ഒരു രക്തരക്ഷസിന്റെ കഥ. ഒരു രാത്രിയിൽ വിജനമായ പാടവരമ്പിലൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു മാധവൻ. പെട്ടെന്ന് മുന്നിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നത് അയാൾ കണ്ടു. ഈ പാതിരാത്രിയിൽ ഒരു പെണ്ണിവിടെ എന്തു ചെയ്യുന്നു എന്നോർത്ത് അയാളൊന്ന് ഭയന്നെങ്കിലും അവളുടെ കയ്യിലെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ മാധവൻ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ ഈ നേരത്തിവിടെ? മാധവൻ മെല്ലെ ചോദിച്ചു. അവൾ മുഖമുയർത്താതെ പറഞ്ഞു, എന്റെ കുഞ്ഞിനു വല്ലാതെ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കിട്ടുമോ? മാധവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളം അവൾക്കു നേരെ നീട്ടി. അവൾ ആ വെള്ളം വാങ്ങി കുഞ്ഞിന്റെ വായിലേക്ക് ഒഴിച്ചതും ആ കുഞ്ഞൊരു ഭീകരമായ ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഞെട്ടിപ്പോയ മാധവൻ നോക്കുമ്പോൾ അവളുടെ കയ്യിലിരിക്കുന്നത് വെറുമൊരു മരത്തടിയാണ്. ഭയന്നൂടാൻ തുടങ്ങിയ മാധവന്റെ മുണ്ട് ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. തിരിഞ്ഞു നോക്കിയ മാധവൻ കണ്ടത് കാലുകൾ പിന്നിലേക്ക് തിരിഞ്ഞ ചോരയൊലിക്കുന്ന കണ്ണുകളുള്ള ആ രൂപത്തെയാണ്. എന്റെ ദാഹം മാറിയില്ല എന്നവൾ അലറിയതും മാധവൻ ബോധരഹിതനായി വീണു. പിറ്റേന്ന് നാട്ടുകാർ മാധവനെ കണ്ടെത്തുമ്പോൾ അയാളുടെ കഴുത്തിൽ കൂർത്ത നഖങ്ങൾ ആഴ്ന്നിറങ്ങിയ പാടുകളുണ്ടായിരുന്നു. ഇന്നും ആ പാടവരമ്പിലൂടെ രാത്രിയിൽ പോകുന്നവർക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരം കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.